നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നുള്ള ഭാഗം ഉൾക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഈ പ്രൊവിഷനിൽ 2 കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന്, രാജ്യത്തിൻ്റെ പേര്, അതായത് നെയിം ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം, ടൈപ്പ് ഓഫ് ഇറ്റ്സ് പൊളിറ്റി. നെയിം ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ പേര് എന്നുള്ളത് പരിശോധിക്കാം. രാജ്യത്തിന് പേര് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു ഐക്യമത്യം ഇല്ലായിരുന്നു. കുറച്ച് മെമ്പേഴ്സ് ട്രഡീഷണൽ നെയിമായിരുന്ന ഭാരത് എന്ന പേര് നിർദ്ദേശിച്ചു. പക്ഷേ മറ്റു ചിലർ മോഡേൺ നെയിമായ ഇന്ത്യ എന്നത് സജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മിശ്രമായ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന പേര് സ്വീകരിച്ചു. അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് പൊളിറ്റി, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം. ഭരണഘടന ഫെഡറൽ സ്ട്രക്ചറിലുള്ളതാണെങ്കിലും, അതായത് നമുക്കൊരു കേന്ദ്രീകൃത ഭരണത്തെക്കുറിച്ചാണ് ഭരണഘടനയിൽ പറയുന്നതെങ്കിലും രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണഘടനയിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ഫെഡറൽ സ്ട്രക്ചറിലാണ് ഉള്ളതെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും വേർഡ് ഫെഡറേഷൻ എന്നുള്ള വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ആശയം സജസ്റ്റ് ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതിനേക്കാൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രിഫർ ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. അതിലാദ്യത്തേത്, ഇന്ത്യൻ ഫെഡറേഷൻ എന്നത് അമേരിക്കൻ ഫെഡറേഷൻ പോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് മുഖാന്തരം രൂപീകരിക്കപ്പെട്ടതല്ല. രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റേറ്റിന് ഇന്ത്യൻ ഫെഡറേഷനിൽ നിന്നും സ്വയം ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ വേറിട്ട് പോകാനുള്ള അവകാശവും ഇല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതിനേക്കാൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രിഫർ ചെയ്യാൻ കാരണം. നമ്മുടെ രാജ്യം അവിഭക്തമായ ഒന്നാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി മാത്രം രാജ്യത്തെ വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്ന് മാത്രം. യൂണിയൻ ഓഫ് ഇന്ത്യ എന്നതും ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നത് സെൻറ്ററുമായി ഫെഡറൽ പവർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ മാത്രമാണ്. നേരെ മറിച്ച് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാൽ രാജ്യം സോവറിനിറ്റി എക്സസൈസ് ചെയ്യുന്ന ഹോൾ റീജിയനും ചേർന്നതാണ്. അതായത് ഇന്ത്യക്ക് എവിടെയൊക്കെ പരമാധികാരമുണ്ടോ, ഏതൊക്കെ റീജിയൻസിൽ പരമാധികാരമുണ്ടോ ആ റീജിയൻസ് മുഴുവൻ ചേരുന്നതാണ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. എന്നാൽ സെൻറ്ററുമായിട്ട് ഫെഡറൽ പവർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ളത് എന്താണെന്നൊന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 1 പ്രകാരം ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നതിനെ 3 ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. നമ്പർ 1 ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അതായത് സ്റ്റേറ്റുകൾ. നമ്പർ 2 യൂണിയൻ ടെറിട്ടറീസ്. നമ്പർ 3 ടെറിട്ടറീസ് ദാറ്റ് മേ ബി അക്കോർഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറ്റ് എനി ടൈം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്യൂച്ചറിൽ ഏത് സമയത്തും അക്വയർ ചെയ്യുന്ന ടെറിട്ടറീസ്. ഈ 3 ഭാഗങ്ങളെയും കൂടി ചേർത്താണ് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 1 ഇത്രയുമാണ് പറയുന്നത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 2 പോകാം. ആർട്ടിക്കിൾ 2 പറയുന്നത് പാർലമെൻറ്റ് മേ ബൈ ലോ അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ or establish new states on such terms and conditions as it thinks fit. ഈ ആർട്ടിക്കിൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാതിരുന്ന പുതിയ സ്റ്റേറ്റുകളുടെ പ്രവേശനാനുമതി അല്ലെങ്കിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 2 പാർലമെൻറ്റിന് 2 പവറുകൾ നൽകുന്നുണ്ട്. അതായത് പാർലമെൻറ്റിൻ്റെ ഡിസ്ക്രിഷനാണ്. പാർലമെൻറ്റിന് ഫിറ്റ് എന്ന് തോന്നിയാൽ നമ്പർ 1 നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാനുള്ള പവർ. അതായത് ഒരു സ്റ്റേറ്റ് ഓൾറെഡി എക്സിസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷെ അത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാനുള്ള പവർ ആർട്ടിക്കിൾ 2 പ്രകാരം പാർലമെൻറ്റിന് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, നിലവിലില്ലാതിരുന്ന ഒരു സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തിനുള്ള പവറും ആർട്ടിക്കിൾ 2 പാർലമെൻറ്റിന് നൽകുന്നുണ്ട്.
ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ പിൻബലത്തോടു കൂടി പാർലമെന്റിന് ഈ നിയമം നിർമ്മിക്കാം. ഇതൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ല. ആർട്ടിക്കിൾ 2 പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന് ലഭിച്ചിരിക്കുന്ന ഈ പവർ കാരണം ഇന്ത്യയെ ഇൻഡിസ്ട്രിക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന സ്റ്റേറ്റുകളുടെ അനശ്വരമായ യൂണിയൻ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ യൂണിയനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്റ്റേറ്റുകളെ ഡിസ്ട്രക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ചേഞ്ചസ് വരുത്താം. ഇത്രയുമാണ് ആർട്ടിക്കിൾ 2വിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 3യിലേക്ക് പോകാം. ആർട്ടിക്കിൾ 3 ഡീൽസ് വിത്ത് ദ പ്രൊസീജിയർ ഫോർ ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദ ടെറിട്ടറീസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. പാർലമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 3 ക്യാൻ ഇൻക്രീസ് or diminish the area of any state or alter the boundaries or change the name of any state. ആർട്ടിക്കിൾ 3യിൽ ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയനിലെ നിലവിലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും പുതിയ സ്റ്റേറ്റുകൾ എങ്ങനെ രൂപീകരിക്കാം എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യൂണിയൻ ഓഫ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 3യിൽ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 3 പാർലമെന്റിനെ ഓതറൈസ് ചെയ്യുന്നു. അതായത് ഒരു സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയും ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ കൂടിയും പാർലമെന്റിന് പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കാം. അതായത് ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കാം. രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാം. സ്റ്റേറ്റുകളുടെ ഭാഗങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിട്ടറിയെ ഒരു സ്റ്റേറ്റുമായി ചേർത്തുകൊണ്ട് പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കാം. അങ്ങനെ നിലവിലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും പുതിയ സ്റ്റേറ്റുകൾ എങ്ങനെ രൂപീകരിക്കാമെന്ന് ആർട്ടിക്കിൾ 3 ഡീൽ ചെയ്യുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാം. ആർട്ടിക്കിൾ 3 പാർലമെന്റിന് നൽകുന്ന മറ്റൊരു പവറാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഏരിയ ഡിക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ബൗണ്ടറിയെ ആൾട്ടർ ചെയ്യാം, സ്റ്റേറ്റിൻ്റെ അതിർത്തിയെ ആൾട്ടർ ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ആൾട്ടർ ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ പേരിനെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാന രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറീസയുടെ പേര് ആൾട്ടർ ചെയ്തിട്ട് ഒഡീഷ എന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആർട്ടിക്കിൾ 3യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആർട്ടിക്കിൾ 3യിൽ നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഡിമിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യൻ ടെറിട്ടറിയെ ഒരു ഫോറിൻ ടെറിട്ടറിയുമായിട്ട് ചേർക്കുന്നത് വരുന്നില്ല. ഇന്ത്യൻ ടെറിട്ടറിയെ ഒരിക്കലും നമുക്ക് ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു ഫോറിൻ ടെറിട്ടറിയുമായിട്ട് ചേർക്കാൻ കഴിയില്ല. 1960 ബെറുബാരി യൂണിയൻ കേസിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇന്ത്യൻ ടെറിട്ടറിയെ ഒരു ഫോറിൻ ടെറിട്ടറിയുമായിട്ട് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ കൂടി മാത്രമേ കഴിയുള്ളൂ. ആർട്ടിക്കിൾ 3 പ്രകാരം കഴിയില്ല. ആർട്ടിക്കിൾ 3 പാർലമെന്റിന് നൽകുന്ന പവേഴ്സിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാം. രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാം. സ്റ്റേറ്റുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിട്ടറിയുമായിട്ട് ഒരു സ്റ്റേറ്റിനെ ചേർത്തുകൊണ്ട് പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാം. രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഡിമിനിഷ് ചെയ്യാം, അതിൻ്റെ സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി ഓൾട്ടർ ചെയ്യാം, സ്റ്റേറ്റിൻ്റെ നെയിം ഓൾട്ടർ ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇന്ത്യൻ യൂണിയനിലെ ഓരോ സ്റ്റേറ്റിൻ്റെയും നിലനിൽപ്പ് സെൻറ്ററിൻ്റെ സീറ്റ് വില്ലിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 4. ആർട്ടിക്കിൾ 4 ഡിക്ലെയർ ചെയ്യുന്നത് പാർലമെൻറ്റ് ആർട്ടിക്കിൾ 2 പ്രകാരവും ആർട്ടിക്കിൾ 3 പ്രകാരവും നിർമ്മിക്കുന്ന ലോസ് ഒരിക്കലും ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 2 പ്രകാരം അഡ്മിഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, ആർട്ടിക്കിൾ 3 പ്രകാരം ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഒരിക്കലും ആർട്ടിക്കിൾ 368 പ്രകാരം നടത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ് ആർട്ടിക്കിൾ 4 ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ആർട്ടിക്കിൾ 2ഉം 3യും പ്രകാരം നിർമ്മിക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ പാസ് ചെയ്യുന്നതിന്
സിമ്പിൾ മെജോറിറ്റിയും ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറും മാത്രം മതി. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 ആർട്ടിക്കിൾ 1 to 4 വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രൊസീജിയർ ഫോർ ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് പരിശോധിക്കാം. ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞിരുന്നു, പാർലമെൻറ്റിന് സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് പുതിയ സ്റ്റേറ്റ്സ് രൂപീകരിക്കാം, ഏരിയ ഓൾട്ടർ ചെയ്യാം, ബൗണ്ടറി ചേഞ്ച് ചെയ്യാം, നെയിം ചേഞ്ച് ചെയ്യാം എന്നൊക്കെ. അതിന് എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ഉള്ളതെന്ന് നോക്കാം. പാർലമെൻറ്റിന് ഏതെങ്കിലും ഒരു ഹൗസിൽ ഇങ്ങനെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. കൂടാതെ പ്രസിഡന്റ് ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായി റെഫർ ചെയ്യണം. ഏത് സ്റ്റേറ്റിൻ്റെ ആണോ ഏരിയ ഓൾട്ടർ ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിൽ നിന്നാണോ പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ബൗണ്ടറി ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായി റെഫർ ചെയ്യണം. ഒരു നിശ്ചിത സമയത്തിനകം ഇവരുടെ ഒപ്പീനിയൻ അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. ഇനി ഈ സ്പെസിഫൈഡ് ടൈം ലിമിറ്റിനുള്ളിൽ കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അവരുടെ ഒപ്പീനിയൻ അറിയിച്ചില്ല എങ്കിൽ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെയും അവരുടെ ഒപ്പീനിയൻ വരുന്നില്ല, അവരുടെ ഒപ്പീനിയൻ കിട്ടുന്നില്ല എങ്കിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻ കേസ് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആ കൺസേൺഡ് ടൈം ലിമിറ്റിനുള്ളിൽ ഒരു ഒപ്പീനിയൻ വെച്ചാൽ തന്നെയും പാർലമെൻറ്റിന് അതിനനുസൃതമായി പ്രവർത്തിക്കണമെന്നില്ല. അത് സ്വീകാര്യമെങ്കിൽ മാത്രം അവരതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. പാർലമെൻറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് ടു അക്സെപ്റ്റ് ഓർ ആക്ട് അപ്പോൺ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ്. ഇനി ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു സ്റ്റേറ്റ് ഫോം ചെയ്തു അല്ലെങ്കിൽ ഏരിയ ബൗണ്ടറി ചെയ്തു എന്ന് വരട്ടെ. അതിന് വീണ്ടും ഈ ഓരോ തവണയും ഈ ബില്ലിൽ എന്തെങ്കിലുമൊക്കെ അമെൻമെൻറ്റ്സ് പാർലമെൻറ്റ് നടത്തുമ്പോൾ കൺസേൺഡ് സ്റ്റേറ്റുമായിട്ട് ഫ്രഷ് റെഫറൻസ് നടത്തേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സ്റ്റേറ്റിൻ്റെയും നിലനിൽപ്പ് സെൻറ്ററിൻ്റെ സീറ്റ് വില്ലിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ ഇൻ്റഗ്രേഷനെ കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 2 തരം പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസും പ്രിൻസിലി സ്റ്റേറ്റ്സും. ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ ഉണ്ടായിരുന്ന 552 പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നും 549 എണ്ണം ഇന്ത്യൻ യൂണിയനോട് ചേർന്നു. അവശേഷിച്ച 3 സ്റ്റേറ്റ്സ്, അതായത് ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീർ എന്നിവ ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ചു. കാലക്രമത്തിൽ ഇവയെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതായി നമുക്ക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റുകളുടെ പുനഃസംഘടനയെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ബേസിസ് എന്തായിരിക്കണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ലിംഗ്വിസ്റ്റിക് ആകാം, അതായത് ഭാഷാപരമാകാം, അല്ലെങ്കിൽ റിലീജിയസ് മതപരമാകാം, അല്ലെങ്കിൽ എത്നിക് വംശീയപരമാകാം, അതുമല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരം ആകാം. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആകാം, റിലീജിയസ് ആകാം, എത്നിക് ആകാം, അതുമല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവും ആകാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വർക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ്റെ ഒരു ഡിമാൻഡ് ഉയർന്നിരുന്നു. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് ചിന്തിച്ചത് പാർട്ടീഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഫർദർ ടെൻഷൻസ് ഉണ്ടാക്കും എന്നാണ്. അതുകൊണ്ട് അവരിതിനെ മാറ്റിവെച്ചു. 1947 നവംബറിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി SK ധാർ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. അതായത് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ, സ്റ്റേറ്റിനെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ റീഓർഗനൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാൻ SK ധാർ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. ഈ ധാർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനെ കുറിച്ച് പഠിക്കാൻ 1948 ജയ്പൂർ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു 3 മെമ്പർ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. ഈ കമ്മിറ്റിയെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് JVP കമ്മിറ്റി എന്നാണ്. JVP കമ്മിറ്റി. അതിൽ 3 മെമ്പേഴ്സ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ തുടങ്ങിയവർ. ലാംഗ്വേജ് ആയിരിക്കണം റീഓർഗനൈസേഷൻ്റെ ബേസിസ് എന്നുള്ളതിനെ ഈ കമ്മിറ്റി റിജക്റ്റ് ചെയ്തു. ഈ JVP കമ്മിറ്റി ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനെ റിജക്റ്റ് ചെയ്തു. ഇവർ സജസ്റ്റ് ചെയ്തത് റീഓർഗനൈസേഷൻ്റെ ക്രൈറ്റീരിയ
രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയും യൂണിറ്റിയും എക്കണോമിക് പ്രോസ്പെരിറ്റിയും ആയിരിക്കണം എന്നുള്ളതായിരുന്നു. 1949 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഈ റെക്കമെൻഡേഷൻ അംഗീകരിച്ചു. എന്നാൽ ഇന്ത്യയുടെ സദേൺ പാർട്ടിൽ നിന്നും, എസ്പെഷ്യലി തെലുങ്ക് സ്പീക്കിംഗ് റീജിയനിൽ നിന്നും ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനുള്ള ഡിമാൻഡ് ഉയർന്നു വന്നു. പോട്ടി ശ്രീരാമലു എന്ന ഒരു ആന്ധ്ര കോൺഗ്രസ് ലീഡർ 58 ദിവസത്തെ ഹങ്കർ സ്ട്രൈക്ക് നടത്തുകയും മരണപ്പെടുകയും ചെയ്തു. തൽഫലമായിട്ട് 1953 ഒക്ടോബർ 1 മദ്രാസ് സ്റ്റേറ്റിൽ നിന്നും ആന്ധ്ര സ്റ്റേറ്റിനെ കാർവ് ചെയ്തെടുത്തു. അങ്ങനെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഫോം ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ആയിരുന്നു ആന്ധ്ര. അങ്ങനെ ഈ ആന്ധ്ര സ്റ്റേറ്റിൻ്റെ ക്രിയേഷൻ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ്റെ ഡിമാൻഡ്, അങ്ങനെ അതിനെ ഡിമാൻഡ് ചെയ്തിട്ടുള്ള അജിറ്റേഷന് വീണ്ടും വഴിതെളിച്ചു. അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാൻ 1953 ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു 3 അംഗ കമ്മീഷനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയോഗിച്ചു. ഇതിലെ മറ്റ് 2 മെമ്പേഴ്സ് KM പണിക്കരും ഹൃദയനാഥ് കുൻസ്രുവും ആയിരുന്നു. PC ചൗധരിയും ഇതിലൊരു മെമ്പറായിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 1955 സെപ്റ്റംബറിൽ ഈ കമ്മിറ്റി ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കൂടി ലാംഗ്വേജിനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ബേസിസ് ആയിട്ട് അംഗീകരിച്ചു. പക്ഷേ 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്ന തിയറിയെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പാസ് ചെയ്യുന്നത്. ഈ ആക്ട് കെയിം ഇൻ ടു എഫക്റ്റ്. ഇത് നിലവിൽ വന്നത് നവംബർ 1, 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നത് 1956 നവംബർ 1 ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൽ കൂടി 1956 നവംബർ 1 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇവ നിലവിൽ വന്നു. 2014 ജൂൺ 2 ഇന്ത്യയുടെ 29ാമത് സ്റ്റേറ്റായിട്ട് തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നുവെങ്കിലും 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ ബൈഫർക്കേഷൻ കാരണം പ്രസൻ്റ്ലി ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.